അപ്പോൾ അവിടെയും ദുരൂഹതയുണ്ട്. ആ ചാനല് ഇന്ന് പാർട്ടിയുടെ മുഖ്യ ചാനൽ കൈരളി ഇതിനേക്കാൾ കൂടുതലായിട്ട് പിണറായി സർക്കാർ ചെയ്യുന്ന അഴിമതിയും അവർ ചെയ്യുന്ന വൃത്തികേടുകളും വെള്ളപൂശി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചാനലായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സുരക്ഷാ ക്ലിയറൻസ് ഇല്ലാതെ, ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഇല്ലാതെ, ആരുടെ ഒത്താശയോടുകൂടി ഈ 2 വർഷം ഈ ചാനൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. നമസ്കാരം. സമൂഹത്തിൽ നടക്കുന്ന വാർത്താ വിശേഷങ്ങൾ സമയാസമയത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ജോലിയാണ് മാധ്യമങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ 3ാം കണ്ണാണ് മാധ്യമങ്ങൾ എന്നൊരു ചൊല്ലുകൂടിയുണ്ട്. എന്നാൽ ഇന്ത്യയിലെ വ്യവസ്ഥാപിതമായ നീതി നിയമ സംഹിതകൾക്ക് അനുസൃതമായി തന്നെ ആയിരിക്കണം മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത്. പത്രസ്വാതന്ത്ര്യത്തിനും പത്രധർമ്മത്തിനുമെല്ലാം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ അനുശാസിച്ചിട്ടുള്ള അതേ രീതികൾ തന്നെ ആയിരിക്കണം മാധ്യമങ്ങൾ പുലർത്തേണ്ടത്. എന്നാൽ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനെതിരെ അതീവ ഗുരുതരമായ ചില ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് 2020 സ്ഥാപക നേതാവായ സാബു ജേക്കബ്. അദ്ദേഹം പറയുന്നത് റിപ്പോർട്ടർ ചാനലിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല, അതുകൊണ്ട് ഒരു കാരണവശാലും സംപ്രേഷണം ചെയ്യാൻ അവർക്കാകില്ല. ചാനൽ താഴിട്ട് പൂട്ടി പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ വാർത്താ പ്രക്ഷേപണ മന്ത്രാലയത്തിൽ നിന്ന് കൃത്യമായി തന്നെ ഇതിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു എന്നാണ് സാബു ജേക്കബ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അഥവാ ഇത്രയും നാളും ചാനൽ മറ്റൊരു ചാനൽ മുതലാളിമാരിൽ നിന്നും റിപ്പോർട്ടർ ചാനൽ വാങ്ങിച്ചപ്പോൾ കൈമാറ്റം ചെയ്യപ്പെട്ടപ്പോൾ അതിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങളിലെ നിയമപരമായ കാര്യങ്ങൾ പാലിച്ചിട്ടുണ്ടായിരുന്നില്ല. അനധികൃതമായി തന്നെയായിരുന്നു ചാനലിന്റെ പ്രവർത്തനം ഇത്രയും നാളും മുന്നോട്ട് പോയത്. യഥാർത്ഥ വസ്തുതകൾ, യാഥാർത്ഥ്യങ്ങൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്ന സത്യസന്ധമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ചാനലിന് പോലും സത്യസന്ധമായ നിലപാടില്ല. അവർ പോലും കള്ളമാണ് പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കള്ളത്തരമാണ് ചെയ്തിരുന്നത് എന്നാണ് സാബു ജേക്കബ് തന്റെ വാർത്താ സമ്മേളനത്തിലൂടെ തുറന്നടിച്ചത്. ഇനി എന്താണ് റിപ്പോർട്ടർ ചാനലിന്റെ ഭാവി എന്നുള്ളതാണ് ഇപ്പോൾ സാബു ജേക്കബ് ഉയർത്തുന്നത്. എന്തായാലും ഇതുപോലെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരു മാധ്യമ സ്ഥാപനം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? അവനവന് ആവശ്യമായ രേഖകൾ പോലും ഇല്ലാത്ത ഒരു മാധ്യമ സ്ഥാപനം എങ്ങനെയാണ് പൊതുജനങ്ങൾക്ക് സത്യസന്ധമായ വാർത്തകൾ എത്തിക്കുന്നത് എന്നാണ് സാബു ജേക്കബ് ചോദിച്ചത്. റിപ്പോർട്ടർ ചാനലിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സത്യസന്ധമായ വസ്തുതകൾ തനിക്ക് കിട്ടേണ്ട ഇടങ്ങളിൽ നിന്നാണ്, കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ നിന്നാണ് തനിക്ക് ഇത്തരം വിവരങ്ങൾ കിട്ടിയത് എന്നുള്ള സൂചനയോട് കൂടി തന്നെയാണ് സാബു ജേക്കബ് മാധ്യമ സമ്മേളനം നടത്തിയത്. സാബു ജേക്കബിന്റെ മാധ്യമ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ അവിടെയും ദുരൂഹതയുണ്ട്. ആ ചാനല് ഇന്ന് പാർട്ടിയുടെ മുഖ്യ ചാനൽ കൈരളി ഇതിനേക്കാൾ കൂടുതലായിട്ട് പിണറായി സർക്കാർ ചെയ്യുന്ന അഴിമതിയും അവർ ചെയ്യുന്ന വൃത്തികേടുകളും വെള്ളപൂശി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചാനലായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സുരക്ഷാ ക്ലിയറൻസ് ഇല്ലാതെ, ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഇല്ലാതെ, ആരുടെ ഒത്താശയോടുകൂടി ഈ 2 വർഷം ഈ ചാനൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഈ റിപ്പോർട്ടർ TV എന്ന് പറയുന്നത് ഇതിനു മുമ്പ് നികേഷിൻ്റെ വൈഫ് റാണി, ഇവരുടെ പേരിലായിരുന്നു ഈ ലൈസൻസ് ഉണ്ടായിരുന്നത്. ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതിന് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സുരക്ഷാ ക്ലിയറൻസ് ഉണ്ടായിരുന്നു, ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസും ഉണ്ടായിരുന്നു. ശ്രീ ആൻഡോ അഗസ്റ്റിൻ പറയുന്നത് ഈ ചാനൽ ഞങ്ങൾ വാങ്ങി, ഇതിൻ്റെ ഉടമകൾ ഞങ്ങളാണ് എന്ന്. 2022 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയവും ഒരു ചാനൽ പ്രക്ഷേപണത്തിനുള്ള നിയമം മാറ്റം വരുത്തി. 22 മുമ്പ് ഒരു ചാനൽ ആർക്ക് വേണമെങ്കിലും ലീസ് എടുക്കുകയും ആ ലീസിൻ്റെ പുറത്ത് അവർക്ക് ആവശ്യമുള്ള പേരിൽ അത് സംപ്രേഷണം നടത്താനായിട്ടുള്ള നിയമം അനുവദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ 22 ശേഷം ആ ലൈസൻസ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സുരക്ഷാ ക്ലിയറൻസ് ഉള്ള ബ്രോഡ്കാസ്റ്റിംഗ്
മിനിസ്ട്രിയുടെ ലൈസൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ അത് നടത്താൻ സാധിക്കൂ. അത് കൈമാറ്റം ചെയ്യാനോ വേറൊരാൾക്ക് അത് ലീസിലെടുക്കാനോ നിയമപരമായിട്ട് അനുവദിക്കുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെ 2023 ഈ പറയുന്ന ഇതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്ന ആൻഡോയും ആൻഡോയുടെ സഹോദരന്മാരും ഈ ചാനൽ എങ്ങനെ കൈവശപ്പെടുത്തി എന്നുള്ളതാണത്. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിക്ക് ഞാനൊരു പരാതി കൊടുത്തിരുന്നു. ഈ ചാനല് പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമാണ്, അതുകൊണ്ട് ഇതിൻ്റെ ലൈസൻസ് റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞ്. അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇപ്പോൾ നികേഷിൻ്റെയും വൈഫ് റാണിയുടെയും പേരിലുള്ള ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെയും ദേശീയ സുരക്ഷാ ക്ലിയറൻസ് റദ്ദ് ചെയ്തിരിക്കുകയാണ്. കാരണം ദേശീയ സുരക്ഷാ ക്ലിയറൻസ് കൊടുക്കുമ്പോഴും ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് കൊടുക്കുമ്പോഴും അവരത് മാറ്റം ചെയ്യാൻ പാടില്ല. നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ ആ ക്ലിയറൻസ് റദ്ദ് ചെയ്യുമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നികേഷിൻ്റെ പേരിലുള്ള ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ദേശീയ സുരക്ഷാ ക്ലിയറൻസ് റദ്ദ് ചെയ്തിരിക്കുകയാണ്. അവർക്ക് ഏതെങ്കിലും കാരണം ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ഏപ്രിൽ മാസം 2 ബോധിപ്പിക്കണമെന്ന് പറഞ്ഞ് ഷോക്കോസും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ 2 ഗുരുതരമായ കുറ്റമാണുള്ളത്. ഒന്ന്, ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിൻ്റെ പേരിലുള്ള ദേശീയ സുരക്ഷാ ക്ലിയറൻസും ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസും വെച്ച് വേറെ ആർക്കും അത് നടത്താനായിട്ടുള്ള അവകാശമില്ല. എന്നിരിക്കെ കഴിഞ്ഞ 2 വർഷമായിട്ട് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി, എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഈ റിപ്പോർട്ടർ ചാനൽ ആൻഡോ അഗസ്റ്റിൻ ബ്രദേഴ്സ് നടത്തുകയായിരുന്നു. ഇപ്പോൾ അതിന് ഉപരിയായിട്ടാണ് ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിൻ്റെ കൂടി ദേശീയ സുരക്ഷാ ക്ലിയറൻസ് ആഭ്യന്തര മന്ത്രാലയം റദ്ദ് ചെയ്തിരിക്കുന്നതായി ഇന്നലെ ഹൈക്കോടതിയെ അറിയിച്ചത്. അപ്പം അതുകൊണ്ട് ഒരു നിമിഷം പോലും ഈ ചാനൽ പ്രവർത്തിക്കാൻ നിയമപരമായിട്ട് അനുവദിക്കുന്നില്ല. ഈ 2 വർഷക്കാലമായിട്ട് ഈ ചാനലിൻ്റെ പേരിൽ കോടികളുടെ പരസ്യം മേടിച്ചും തെറ്റായ വാർത്തകൾ നൽകി പലരുടെയും ജീവിതം തന്നെ വഴിമുട്ടിച്ച റിപ്പോർട്ടർ ചാനൽ തീർച്ചയായിട്ടും എങ്ങനെയാണ് ഈ 2 വർഷം ഇവർക്ക് പ്രവർത്തിക്കാനായിട്ട് ഇങ്ങനെ ഒരു അനുവാദം കിട്ടിയത്, എങ്ങനെ അവർ പ്രവർത്തിച്ചു എന്നുള്ളത് CBIയും എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് അന്വേഷിക്കേണ്ട ഗുരുതരമായ ഒരു കുറ്റമാണ്. കാരണം മരമുറി കേസ് മുതൽ ഈ ചാനൽ തുടങ്ങുന്നതിന് ആവശ്യമായ തുക, ഇതാരാണ് ഇതിൻ്റെ ഇൻവെസ്റ്റർ, എങ്ങനെ ഈ പണം കിട്ടി? ഇപ്പോൾ അദ്ദേഹം മെസ്സി വരുമെന്ന് പറഞ്ഞ് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം 72 കോടി രൂപ മുടക്കിയെന്ന് പറയുന്നു. ഈ പണത്തിൻ്റെ സ്രോതസ് എവിടെ? ഇദ്ദേഹം 16 മുതൽ പല കമ്പനികൾ, പല തട്ടിപ്പുകൾ, പല കേസുകൾ, ഇതെല്ലാം ഉണ്ടായത്, അതിൻ്റെ പിന്നിലുള്ള സാഹചര്യം, ഒരുപാട് ഭൂമി ഇടപാടുകൾ. അങ്ങനെ ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയും അധികം കുറ്റകൃത്യങ്ങളിൽ ഇത്രയധികം കുറ്റങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു ചാനൽ 2 വർഷം പ്രവർത്തിപ്പിച്ച് ജനങ്ങളെ വഞ്ചിച്ചത് എന്ന് അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം സോഴ്സ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ പണം ആരുടെയാണ്? ഇത് ബലമായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ ഇവിടുത്തെ CPM ആണ്. കാരണം CPMന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ചാനലായിട്ടാണ് കഴിഞ്ഞ 2 വർഷം ഈ റിപ്പോർട്ടർ ചാനൽ പ്രവർത്തിച്ചത്. ഞാൻ ഇതിന് മുന്നിലത്തെ എൻ്റെ പ്രസ് കോൺഫറൻസിൽ എല്ലാം പറഞ്ഞു, നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിച്ച
റിപ്പോർട്ടർമാരോട് തന്നെ ഞാൻ ചോദിച്ചു, ആദ്യം നിങ്ങൾ ഇതിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് പുറത്തുവിട്. നിങ്ങൾക്കിത് പ്രവർത്തിക്കാനായിട്ട് അവകാശമില്ല, നിങ്ങൾക്ക് ലൈസൻസ് ഇല്ല. ഇപ്പോൾ ഇതെല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഇല്ല, ദേശീയ സുരക്ഷാ ക്ലിയറൻസ് ഇല്ല. ഒരു വ്യക്തിക്ക്, ഇതിൻ്റെ ഉടമസ്ഥർക്ക് ദേശീയ സുരക്ഷ നിഷേധിക്കുക, ക്ലിയറൻസ് നിഷേധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ഗൗരവമായിട്ടുള്ള കുറ്റമാണ്. അപ്പോൾ ഒരു ദേശീയ സുരക്ഷാ ക്ലിയറൻസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി, ആ രാജ്യത്തിന് തന്നെ അപകടമാണ് എന്നുള്ളതാണത്.